ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് UP സ്കൂൾ അസിസ്റ്റൻ്റ് സിലബസിലെ ഒരു പ്രധാന ഭാഗമാണ് വിദ്യാഭ്യാസ തത്വശാസ്ത്രം. അതിലെ പ്രധാന ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ വിദ്യാഭ്യാസ തത്വശാസ്ത്രം അതുപോലെ തന്നെ UP സ്കൂൾ അസിസ്റ്റൻറ്റുമായിട്ട് ബന്ധപ്പെട്ട തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നതിനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യുക. വിദ്യാഭ്യാസ തത്വശാസ്ത്രത്തിൻ്റെ ആമുഖമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസം എന്നർത്ഥമുള്ള എഡ്യൂക്കേഷൻ എന്ന വാക്ക് വന്നിരിക്കുന്നത് ഏത് പദത്തിൽ നിന്നാണ്? എഡ്യൂക്കെയർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. എന്താണ് എഡ്യൂക്കെയർ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം? ഊട്ടി വളർത്തുക. വിദ്യാഭ്യാസം ഉദ്ദേശ അധിഷ്ഠിതമായ ഒരു പ്രവർത്തനമാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങൾ പലവിധമാണ്. വിജ്ഞാന സമ്പാദന ലക്ഷ്യമുണ്ട്, സമഗ്രമായ വികസന ലക്ഷ്യമുണ്ട്, ജീവിത ലക്ഷ്യം സമ്പൂർണ്ണ ജീവിത ലക്ഷ്യമുണ്ട്, സ്വഭാവ രൂപവൽക്കരണ ലക്ഷ്യമുണ്ട്, വ്യക്തി ലക്ഷ്യമുണ്ട്, സാമൂഹിക ലക്ഷ്യമുണ്ട്. വിദ്യ എന്ന സംസ്കൃത പദത്തിൻ്റെ അർത്ഥം എന്ത്? അറിയുക. വിദ്യാഭ്യാസം മനുഷ്യനിലുള്ള സമ്പൂർണതയുടെ ആവിഷ്കാരം എന്ന് പറഞ്ഞതാര്? സ്വാമി വിവേകാനന്ദൻ. ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സിൻ്റെ സൃഷ്ടിയാണ് വിദ്യാഭ്യാസം. ഇത് ആരുടെ വാക്കുകളാണ്? അരിസ്റ്റോട്ടിൽ. തത്വശാസ്ത്രം എന്നാൽ ഫിലോസഫി എന്നാണ് അല്ലേ അർത്ഥം. ഫിലോസഫി എന്ന പദം രൂപം കൊണ്ടത് ഏത് വാക്കിൽ നിന്നാണ്? ഫൈലോസ്, സോഫിയ എന്നിങ്ങനെയുള്ള രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഫിലോസഫി എന്ന വാക്കുണ്ടായിരിക്കുന്നത്. ഫൈലോസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ലവ് അഥവാ സ്നേഹം. സോഫിയ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വിജ്ഞാനം അഥവാ വിസ്ഡം. വിജ്ഞാനം അന്വേഷിക്കുന്ന വ്യക്തിയെ വിളിക്കുന്ന പേര് ദാർശനികൻ അഥവാ തത്വശാസ്ത്രജ്ഞൻ. തത്വശാസ്ത്രത്തിൻ്റെ ലക്ഷ്യമെന്ത്? വിജ്ഞാനം അന്വേഷിക്കുന്നതാണ് തത്വശാസ്ത്രത്തിൻ്റെ ലക്ഷ്യം. വിദ്യാഭ്യാസത്തെ തത്വചിന്തയുടെ ചലനാത്മക രൂപം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജോൺ ആഡംസ്. സത്യത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള യുക്തിപൂർവമായ അന്വേഷണമാണ് തത്വചിന്ത എന്ന് നിർവചിച്ചത് ആരാണ്? ഡോക്ടർ S. രാധാകൃഷ്ണൻ. വിദ്യാഭ്യാസ തത്വചിന്ത നമുക്കതിനെ മൂന്നായിട്ട് തിരിക്കാം. ഒന്നാമത്തത് മെറ്റാഫിസിക്സ് അഥവാ അതിഭൗതിക ശാസ്ത്രം. രണ്ടാമത്തത് എപ്പിസ്റ്റമോളജി അഥവാ വൈജ്ഞാനിക ദർശനം. മൂന്നാമത്തേത് ആക്സിയോളജി അഥവാ മൂല്യ സിദ്ധാന്തം. ഇതിൽ വിദ്യാഭ്യാസത്തിലെ പാഠ്യപദ്ധതിയിൽ വരുന്നത് അതിഭൗതിക ദർശനമാണ് അഥവാ മെറ്റാഫിസിക്സ്. ബോധന രീതിയിൽ പറയുവാണെങ്കിൽ വൈജ്ഞാനിക ദർശനമാണ് അഥവാ എപ്പിസ്റ്റമോളജി. ഉദ്ദേശത്തിൽ പറയുവാണെങ്കിൽ മൂല്യദർശനമാണ് അല്ലെങ്കിൽ ആക്സിയോളജിയാണ്. അതിഭൗതിക ദർശനം എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന കാര്യങ്ങൾ ആത്മീയ ദർശനവും ഭൗതിക ദർശനവുമാണ്. വൈജ്ഞാനിക ദർശനം എന്ന് പറയുമ്പോൾ വൈജ്ഞാനിക സ്രോതസ്സുകളും വിജ്ഞാന വിഭാഗങ്ങളും അതിൽ വരും. മൂല്യദർശനം പറയുമ്പോൾ അതിൽ വരുന്നത് സൗന്ദര്യ ദർശനവും ധർമ്മദർശനവുമാണ്. അടുത്തതായിട്ട് വിദ്യാഭ്യാസ ചരിത്രത്തെക്കുറിച്ച് നമുക്ക്
പ്രധാനപ്പെട്ട വസ്തുതകൾ പരിശോധിക്കാം. ആദ്യമായിട്ട് ഭാരതീയ വിദ്യാഭ്യാസ ചരിത്രത്തെ നമുക്ക് മെയിനായിട്ട് 3 ഘട്ടങ്ങളായിട്ട് തിരിക്കാം, 3 കാലഘട്ടങ്ങളായി തിരിക്കാം. അവ ഏതൊക്കെയാണ്? പ്രാചീന വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ആൻഷ്യൻ എഡ്യൂക്കേഷൻ. മധ്യകാല വിദ്യാഭ്യാസം അല്ലെങ്കിൽ മെഡീവിയൽ പീരീഡ് എഡ്യൂക്കേഷൻ്റെ. മൂന്നാമത്തത് ആധുനിക കാല വിദ്യാഭ്യാസം അഥവാ മോഡേൺ പീരീഡ് ഓഫ് എഡ്യൂക്കേഷൻ. ഇതിൽ പ്രാചീനകാല വിദ്യാഭ്യാസത്തിൽ വരുന്നത് ഏതൊക്കെയാണ്? വേദകാല വിദ്യാഭ്യാസം, ബ്രാഹ്മണിക വിദ്യാഭ്യാസം, ബുദ്ധമതകാല വിദ്യാഭ്യാസം. മധ്യകാല വിദ്യാഭ്യാസത്തിൽ വരുന്നത് എന്തൊക്കെയാണ്? മധ്യകാല ഇസ്ലാമിക വിദ്യാഭ്യാസവും മധ്യകാല ഹൈന്ദവ വിദ്യാഭ്യാസവും. ആധുനിക കാല വിദ്യാഭ്യാസം അഥവാ മോഡേൺ പീരീഡ് ഓഫ് എഡ്യൂക്കേഷനിൽ വരുന്ന ഏതൊക്കെയാണ്? വിദേശാധിപത്യകാല വിദ്യാഭ്യാസം അല്ലെങ്കിൽ കൊളോണിയൽ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ വേറൊരെണ്ണമാണ് സ്വതന്ത്ര ഭാരതത്തിലെ വിദ്യാഭ്യാസം. ഇന്ത്യയിലെ ഏറ്റവും പ്രാചീന വിദ്യാഭ്യാസ സമ്പ്രദായം ഏതാണ്? വേദകാല വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദം ഋഗ്വേദം. വേദകാലഘട്ടത്തെ മുഖ്യമായി സ്വാധീനിച്ചിരുന്ന ഘടകം ഏത്? മതം. വിദ്യാഭ്യാസം ഒരുവനെ നിസ്വാർത്ഥനും സ്വന്തം കഴിവുകളിൽ വിശ്വാസമുള്ളവനുമാക്കുന്നു എന്ന് പറഞ്ഞ വേദം ഏത്? ഋഗ്വേദം. വേദകാലഘട്ടങ്ങളിൽ വിദ്യാകേന്ദ്രങ്ങൾ ആയി പ്രവർത്തിച്ചിരുന്നത്, തുടർ വിദ്യാകേന്ദ്രങ്ങളായി പ്രവർത്തിച്ചിരുന്നത് എന്താണ്? ഗുരുകുലങ്ങൾ. മോക്ഷപ്രാപ്തിക്ക് ബ്രഹ്മം സത്യം ജഗത് മിഥ്യ എന്ന ബോധം അനുപേക്ഷണീയമാണെന്ന് പഠിപ്പിച്ചത് ഗുരുകുല വിദ്യാഭ്യാസമാണ്. വൈദിക വിദ്യാഭ്യാസത്തിൻ്റെ പരമമായ ലക്ഷ്യമെന്ത്? ആത്മസാക്ഷാത്കാരം, സെൽഫ് റിയലൈസേഷൻ. വേദകാല വിദ്യാഭ്യാസത്തിനായി ശിഷ്യൻ ഗുരുവിൻ്റെ സന്നിധിയിലേക്ക് ആനയിക്കപ്പെടുന്ന ആ ചടങ്ങിനെ വിളിക്കുന്ന പേര് ഉപനയനം. വേദകാലത്തെ ഉന്നത പഠന സ്ഥാപനങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? പരിഷത്തുകൾ. വേദകാല വിദ്യാഭ്യാസത്തിൽ ഔഷധജലത്തിൽ സ്നാനം ചെയ്ത് വിദ്യാഭ്യാസ ജീവിതം അവസാനിപ്പിക്കുന്ന ചടങ്ങിനെ വിളിക്കുന്ന പേര് സമാവർത്തനം അഥവാ സ്നാനം. ആണ്ടവസാന പഠന പ്രക്രിയയെ വിളിക്കുന്ന പേരെന്താണ്? ഉപസർജനം. വേദകാല വിദ്യാഭ്യാസത്തിൽ വിദ്യാർത്ഥി അറിയപ്പെടുന്നത് എന്താണ്? ദ്വിജൻ. വൈദിക കാലത്തെ ബോധന രീതികൾ ഏവ? ഭാഷണവും ചർച്ചയും. വേദകാല വിദ്യാഭ്യാസത്തിൻ്റെ ബോധനഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ശ്രവണ, മനന, നിധിധ്യാസനം. അടുത്തത് നമുക്ക് ബ്രാഹ്മണ വിദ്യാഭ്യാസത്തിൻ്റെ കുറിച്ച് നോക്കാം. ബ്രാഹ്മണരുടെ പാഠ്യപദ്ധതിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ പ്രാധാന്യം കൊടുത്തത് എന്തൊക്കെയാണ്? വേദസാഹിത്യത്തിനാണ് അവർ പ്രാധാന്യം നൽകിയത്. വേദകാലത്ത് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവർ ആരാണ്? ശൂദ്രർ. ക്ഷത്രിയരുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ മുൻതൂക്കം കൊടുത്തിരുന്ന കാര്യങ്ങൾ എന്തെല്ലാം? കായിക അഭ്യാസങ്ങൾ. ഉദാഹരണമായിട്ട് അസ്ത്രവിദ്യ, അശ്വവിദ്യ, വാൾപ്പയറ്റ്. ഇതിനൊക്കെയാണ് ക്ഷത്രിയരുടെ പാഠ്യപദ്ധതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. വൈശ്യരുടെ വിദ്യാഭ്യാസത്തിൽ മുൻതൂക്കം കൊടുത്തിരുന്നത് എന്തിനാണ്? കൃഷിക്കും ഭൂമിശാസ്ത്രത്തിനും. ബുദ്ധമത വിദ്യാഭ്യാസത്തിൻ്റെ മുഖമുദ്ര ഏതൊക്കെ? സത്യം, സ്നേഹം, അഹിംസ. ബുദ്ധമത വിദ്യാഭ്യാസ ഘട്ടത്തിൽ വിദ്യ ആരംഭിച്ചിരുന്ന പ്രായം ഏത്? 8 വയസ്സ്.
ബുദ്ധമത വിദ്യാഭ്യാസ ലക്ഷ്യമായി പറയുന്നത് എന്ത്? നിർവാണം അഥവാ മോക്ഷം. ബുദ്ധമത വിദ്യാരംഭ ചടങ്ങ് അറിയപ്പെടുന്ന പേര് പബ്ബജ. എന്താണ് പബ്ബജ എന്ന വാക്കിൻ്റെ അർത്ഥം? പുറത്തേക്ക് പോവുക. ബുദ്ധമത വിശ്വാസപ്രകാരം വിദ്യാഭ്യാസം കഴിഞ്ഞ ഒരു സന്യാസിയെ വിളിക്കുന്ന പേര് ഭിക്ഷു. വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ സന്യാസിനി അറിയപ്പെടുന്നത് ഭിക്ഷുണി. പഠിതാവ് വിഹാരത്തിൽ സ്ഥിരമായി പാർക്കുവാൻ അർഹനാണോ എന്ന് തീരുമാനിക്കുന്ന ചടങ്ങ് ഉപസമ്പദ. ഉപസമ്പദ നടത്തുന്ന പ്രായം 20 വയസ്സ്. പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ മുഖ്യ ലക്ഷ്യങ്ങൾ ഏതൊക്കെ? 3R എന്ന് പറയാം. 3R: റീഡിങ്, റൈറ്റിംഗ്, അരിത്തമെറ്റിക്. ബുദ്ധമത വിദ്യാഭ്യാസ കാലത്ത് പ്രധാന ബോധന രീതി വാചിക രീതി. ബുദ്ധമത വിദ്യാഭ്യാസ കാലത്ത് ഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചിരുന്നവരെ വിളിക്കുന്ന പേര് ഉപാധ്യായന്മാർ. പ്രായോഗികമായ കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നവരെ വിളിക്കുന്ന പേര് ആചാര്യന്മാർ. ബുദ്ധമത വിദ്യാഭ്യാസ കാലത്തെ പ്രധാനപ്പെട്ട സർവകലാശാലകൾ ഏതെല്ലാം? തക്ഷശില, നളന്ദ. ബുദ്ധമതക്കാരുടെ മതഗ്രന്ഥം ഏതാണ്? ത്രിപിടക. ബുദ്ധമത കാലത്തെ പാഠശാലകൾ വിഹാരങ്ങളും മഠങ്ങളും. ത്രിപിടകയ്ക്ക് എത്ര ഭാഗങ്ങളുണ്ട്? 3. ത്രിപിടകയുടെ 3 പ്രധാന ഭാഗങ്ങൾ ഏതെല്ലാം? വിനയപിടക, സൂക്തപിടക, അഭിധർമ്മപിടക. അഭിധർമ്മപിടക ബുദ്ധമതത്തിൻ്റെ ഭാഗമായി കൂട്ടിച്ചേർത്ത സമ്മേളനം ഏത്? 3-ാം സമ്മേളനം. ബുദ്ധമതക്കാരുടെ ആരാധനാ കേന്ദ്രങ്ങളായി അറിയപ്പെടുന്നത് എന്താണ്? പഗോഡകൾ. ബുദ്ധമത സന്യാസി സമൂഹത്തെ പൊതുവായി വിളിക്കുന്ന പേര് സംഘം. ബുദ്ധമതത്തിൻ്റെ ഔദ്യോഗിക ഭാഷ ഏത്? പാലി. ബുദ്ധമത കൃതികൾ രചിക്കപ്പെട്ട ഭാഷ പാലി. ബുദ്ധമതക്കാർ പ്രാധാന്യം നൽകിയിരുന്നത് എന്തിനാണ്? ധ്യാനത്തിന്. ആധ്യാത്മിക അറിവിൻ്റെ ദേവതയായി പരിഗണിക്കുന്ന ബുദ്ധദേവത പ്രജ്ഞാന പരിമിത. അഷ്ടാംഗമാർഗങ്ങൾ അനുഷ്ഠിക്കുക വഴി മോക്ഷം ലഭിക്കും എന്ന ആശയത്തിൽ വിശ്വസിച്ചിരുന്ന വിഭാഗം ഏത്? ഹീനയാനം. ബുദ്ധമതക്കാരുടെ 2 വിഭാഗങ്ങൾ ഏതെല്ലാം? ഹീനയാനവും മഹായാനവും. വിനയപിടകയിലെ പ്രതിപാദ്യ വിഷയം ഏത്? ബുദ്ധമത തത്വങ്ങളും ഒരു സന്യാസി പാലിക്കേണ്ട കർത്തവ്യങ്ങളും. ബുദ്ധധർമ്മങ്ങൾ ക്രോഡീകരിച്ചത് ആരാണ്? ആനന്ദൻ. മുഹമ്മദ് ഗോറിയുടെ ഇന്ത്യ ആക്രമണം മുതൽ ഔറംഗസീബിൻ്റെ മരണം വരെയുള്ള സമയം ഇന്ത്യയിൽ നിലനിന്നിരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ഏത്? മധ്യകാല മുസ്ലിം വിദ്യാഭ്യാസം അല്ലെങ്കിൽ മധ്യകാല ഇസ്ലാമിക വിദ്യാഭ്യാസം. ബുദ്ധൻ്റെ പൂർവജന്മത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതി ഏത്? ജാതക കഥകൾ. ഏകദേശം 500 എണ്ണമാണ് ജാതക കഥകൾ ഉള്ളത്. ഇസ്ലാമിക വിദ്യാഭ്യാസത്തിൻ്റെ വിദ്യാരംഭ ചടങ്ങ് ഏത്? ബിസ്മില്ല. ബിസ്മില്ല നടത്തുന്ന പ്രായം ജനിച്ച് 4 വർഷം 4 മാസം 4 ദിവസം ആകുമ്പോൾ. ഇസ്ലാമിക വിദ്യാഭ്യാസത്തിൽ അധ്യാപകൻ അറിയപ്പെടുന്ന പേര് ഉസ്താദ്. വിദ്യാ കേന്ദ്രങ്ങൾ അറിയപ്പെട്ടിരുന്നത് മക്തബുകൾ. മക്തബ് എന്ന വാക്കിൻ്റെ അർത്ഥം എഴുതുക എന്നർത്ഥം വരുന്നു. ഏത് പദത്തിൽ നിന്നാണ് മക്തബ് എന്ന വാക്ക് ഉത്ഭവിച്ചത്? കതബ എന്ന പദത്തിൽ നിന്ന്. കതബ എന്ന വാക്കിൻ്റെ അർത്ഥം എഴുതുക.
ബുദ്ധമതത്തിലെ ഉപരിപഠന സ്ഥാപനത്തെ വിളിക്കുന്ന പേര് മദ്രസകൾ. ഇസ്ലാമിക വിദ്യാഭ്യാസത്തിലെ ഇസ്ലാമിക വിദ്യാഭ്യാസത്തിലെ ഉപരിപഠന സ്ഥാപനങ്ങളായിരുന്നു മദ്രസകൾ. ഇസ്ലാമിക വിദ്യാഭ്യാസത്തിലെ ബോധന രീതി, ഭാഷണ രീതി. ദ്രാവിഡ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അധ്യാപകൻ അറിയപ്പെട്ടിരുന്നത് ഭട്ടർ. ദ്രാവിഡ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ വിദ്യാർത്ഥി അറിയപ്പെട്ടിരുന്നത് ചട്ടൻ, ഛാത്രൻ, ഛത്തിരൻ. പ്രാചീന കാലത്ത് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന വേദപഠന കേന്ദ്രങ്ങളാണ് ഡാഷ് ശാലകൾ. ദ്രാവിഡ വിദ്യാഭ്യാസത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം പാർത്ഥിവപുരം ശാല. ദക്ഷിണ നളന്ദ എന്നറിയപ്പെട്ടിരുന്നത് കാന്തള്ളൂർ ശാല. പ്രാചീന കേരളത്തിലെ പ്രശസ്തമായ വിദ്യാകേന്ദ്രം കാന്തള്ളൂർ ശാല. അടുത്തതായിട്ട് പഴയ സർവകലാശാലകളുടെ പേരുകൾ പരിചയപ്പെടാം. ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ സർവകലാശാല ഏത്? തക്ഷശില സർവകലാശാല. തക്ഷശിലയുടെ അവശിഷ്ടങ്ങൾ കാണപ്പെടുന്ന സ്ഥലം റാവൽപിണ്ടി, പാകിസ്ഥാൻ. തക്ഷശിലയിലെ ആയുർവേദ ആചാര്യൻ ചരകൻ. തക്ഷശിലയിലെ സംസ്കൃത വൈയാകരണൻ ആര്? പാണിനി. തക്ഷശിലയെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 1980. ചാണക്യനുമായി ബന്ധമുള്ള പ്രാചീന സർവകലാശാല ഏത്? തക്ഷശില. നളന്ദ സർവകലാശാല സ്ഥാപിച്ചതാര്? കുമാരഗുപ്തൻ. നളന്ദയുടെ അവശിഷ്ടങ്ങൾ കാണപ്പെടുന്ന സ്ഥലം പാട്ന, ബീഹാർ. തക്ഷശില സന്ദർശിച്ച വിദേശ സഞ്ചാരികൾ ഫാഹിയാൻ, ഹുയാൻസാങ്. നളന്ദ സർവകലാശാലയെക്കുറിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിയ ചൈനീസ് സഞ്ചാരികൾ ആരെല്ലാം? ഹുയാൻസാങ്ങും ഇറ്റ്സിങ്ങും. നളന്ദ സർവകലാശാല വീണ്ടും പ്രവർത്തനക്ഷമമാക്കാനുള്ള ആശയം ആദ്യമായി നിർദ്ദേശിച്ചതാര്? ഡോക്ടർ APJ അബ്ദുൽ കലാം. നളന്ദ സർവകലാശാലയുടെ പുനരുദ്ധാരണത്തിന് സഹകരിച്ച അന്താരാഷ്ട്ര സംഘടനയാണ് ഡാഷ് ആസിയാൻ. നളന്ദ സർവകലാശാല ആക്രമിച്ച് നശിപ്പിച്ചത് ആരാണ്? ബക്തിയാർ ഖിൽജി. നളന്ദ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ ആര്? അമർത്യ സെൻ. നിലവിലെ ചാൻസലർ ആരാണ്? ഡോക്ടർ വിജയ് ഭട്കർ. നളന്ദ സർവകലാശാലയുടെ വിസിറ്റർ ഇന്ത്യൻ രാഷ്ട്രപതി. നളന്ദ സർവകലാശാല യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ വർഷം 2016. ധർമ്മപാലൻ ആരംഭിച്ച സർവകലാശാല ഏത്? വിക്രമശില. വിക്രമശില സർവകലാശാല സ്ഥാപിച്ച ധർമ്മപാലൻ ഏത് രാജവംശത്തിൽ നിന്നുള്ളതാണ്? പാല രാജവംശം. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വിദേശാധിപത്യകാല വിദ്യാഭ്യാസത്തിൽ വരുന്ന ചോദ്യങ്ങളാണ്. വിദേശാധിപത്യകാല വിദ്യാഭ്യാസത്തെ നമുക്ക് കൊളോണിയൽ വിദ്യാഭ്യാസം എന്ന് വിളിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ സ്ഥാപനം എന്നറിയപ്പെടുന്നത് കൽക്കത്ത മദ്രസ. കൽക്കത്ത മദ്രസയുടെ മറ്റൊരു പേര്, പ്രധാന നാമം മുഹമ്മദീൻ കോളേജ് ഓഫ് കൽക്കട്ട.
ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചതാര്? ജോനാഥൻ ഡങ്കൻ. ബനാറസ് സർവകലാശാല സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് എന്നാണ്? 1791. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നമനത്തിനായി ബ്രിട്ടീഷുകാർ നടത്തിയ ആദ്യ ചുവടുവയ്പ് എന്നറിയപ്പെടുന്നത് എന്താണ്? ചാർട്ടർ ആക്ട്. ചാർട്ടർ ആക്ട് നിലവിൽ വന്നത് എന്നാണ്? 1813. ചാർട്ടർ ആക്ടിൻ്റെ മറ്റൊരു പേര് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് 1813. പൗരസ്ത്യ പഠനങ്ങൾക്ക് പ്രാധാന്യം നൽകുവാൻ കൽക്കത്തയിലെ ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ചത് ആര്? സർ വില്യം ജോൺസ്. സർ വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ചത് ഏത് വർഷം? 1784. ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്ത് പാശ്ചാത്യവൽക്കരണത്തിന് കാരണമായ നിർദ്ദേശങ്ങൾ ഏതാണ്? മെക്കാളെ മിനിറ്റ്സ്. മെക്കാളെ മിനിറ്റ്സ് നിലവിൽ വന്ന വർഷം 1835. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് അടിത്തറയിട്ട റിപ്പോർട്ട് ഏത്? മെക്കാളെ മിനിറ്റ്സ് 1835. ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി അഥവാ അരിച്ചിറക്കൽ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? മെക്കാളെ പ്രഭു. രാജാറാം മോഹൻ റോയ് കൽക്കത്തയിൽ സ്ഥാപിച്ച കോളേജിൻ്റെ പേര്? വേദാന്ത കോളേജ്. വേദാന്ത കോളേജ് കൽക്കത്തയിൽ രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച വർഷം 1825. മെക്കാളെ പ്രഭുവിൻ്റെ ഒരു പ്രസിദ്ധമായ വാചകം രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരനുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കിയ വർഷം 1835. ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കിയ ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെൻഡിക്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്ത്? വുഡ്സ് ഡെസ്പാച്ച്. വുഡ്സ് ഡെസ്പാച്ച് നിലവിൽ വന്ന വർഷം 1854. ഇന്ത്യയിൽ ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവെന്ന് വിളിക്കപ്പെടുന്നത് ആര്? വില്യം ബെൻഡിക്. കോടതി ഭാഷ പേർഷ്യനിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് മാറ്റിയ ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെൻഡിക്. 1877 മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ചത് ആര്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. വുഡ്സ് ഡെസ്പാച്ച് നടപ്പിലാക്കിയ സമയത്തെ ഗവർണർ ജനറൽ ആര്? ഡൽഹൌസി പ്രഭു. കൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നിവിടങ്ങളിൽ പുതിയ സർവകലാശാലകൾ സ്ഥാപിക്കാൻ കാരണമായ വിദ്യാഭ്യാസ നയം ഏത്? വുഡ്സ് ഡെസ്പാച്ച്. മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് ഇന്നറിയപ്പെടുന്ന പേര് അലിഗഡ് മുസ്ലിം സർവകലാശാല. എന്നു മുതലാണ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് അലിഗഡ് മുസ്ലിം സർവകലാശാലയായി അറിയപ്പെടാനായി തുടങ്ങിയത്? 1920. അലിഗഡ് സർവകലാശാല നിലവിൽ വന്ന വർഷം 1920. ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ്റെ പേര്? ഹണ്ടർ കമ്മീഷൻ. ഹണ്ടർ കമ്മീഷൻ്റെ ചെയർമാൻ ആര്? വില്യം വിൽസൺ ഹണ്ടർ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയോഗിച്ചത് ആര്? റിപ്പൺ പ്രഭു.
പെൺപള്ളിക്കൂടങ്ങൾ ആരംഭിക്കുവാനും അധ്യാപക പരിശീലനത്തിനായി ട്രെയിനിങ് സ്കൂളുകൾ ആരംഭിക്കുവാനും ശുപാർശ ചെയ്തതാര്? ഹണ്ടർ കമ്മീഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കമ്മീഷൻ എന്നറിയപ്പെടുന്നത് റാംലെ കമ്മീഷൻ. ഹണ്ടർ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1882. പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം തദ്ദേശ സമിതികൾക്ക് വിട്ടുകൊടുക്കുവാൻ കാരണം ഹണ്ടർ കമ്മീഷൻ. ഇന്ത്യൻ സർവകലാശാല നിയമം നിലവിൽ വന്ന വർഷം 1904. ഇന്ത്യൻ സർവകലാശാല നിയമം 1904 നിലവിൽ വരാൻ കാരണമായ കമ്മീഷന്റെ പേര് റാംലെ കമ്മീഷൻ. റാംലെ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1902. ഇന്റർമീഡിയറ്റ് കോഴ്സ് നിർത്തലാക്കി BA കോഴ്സ് 3 വർഷമാക്കിയ കമ്മീഷനാണ് റാംലെ കമ്മീഷൻ 1902. റാംലെ കമ്മീഷനെ നിയോഗിച്ചത് ആര്? കഴ്സൺ പ്രഭു. അലി സഹോദരന്മാർ, ഡോക്ടർ സക്കീർ ഹുസൈൻ, MA അൻസാരി എന്നിവരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിദ്യാഭ്യാസ കേന്ദ്രം ഏത്? ജാമിയ മില്ലിയ ഇസ്ലാമിയ. ജാമിയ മില്ലിയ ഇസ്ലാമിയ നിലവിൽ വന്നത് 1920. ശാന്തിനികേതൻ സ്ഥാപിച്ച കവി ആര്? രവീന്ദ്രനാഥ ടാഗോർ. ശാന്തിനികേതൻ സ്ഥാപിച്ച വർഷം 1901. ശാന്തിനികേതനിൽ രവീന്ദ്രനാഥ ടാഗോർ താമസിച്ചിരുന്ന ഭവനം ഏതാണ്? ഉത്തരായൻ. ശാന്തിനികേതൻ വിശ്വഭാരതിയായി തീർന്ന വർഷം 1921. ശാന്തിനികേതൻ എവിടെയാണ് കാണപ്പെടുന്നത്? പശ്ചിമ ബംഗാൾ. മദൻ മോഹൻ മാളവീയയുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട സർവകലാശാലയാണ് ഡാഷ്. ബനാറസ് ഹിന്ദു സർവകലാശാല. ബനാറസ് ഹിന്ദു സർവകലാശാല നിലവിൽ വന്നത് 1916. പ്രധാനമന്ത്രി ചാൻസലറായിട്ടുള്ള സർവകലാശാലയാണ് വിശ്വഭാരതി സർവകലാശാല. ഇന്ത്യയുടെ 3ാമത്തെ രാഷ്ട്രപതിയായ ഡോക്ടർ സക്കീർ ഹുസൈൻ അന്ത്യവിശ്രമം ചെയ്യുന്ന സ്ഥലം ഏത്? ജാമിയ മില്ലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയിൽ. സാറ്റ്ലർ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1917. കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്നും അറിയപ്പെടുന്നത് ഏത് കമ്മീഷനാണ്? സാറ്റ്ലർ കമ്മീഷൻ. മുസ്ലിം പെൺകുട്ടികൾക്ക് പർദ സ്കൂളുകൾ ആരംഭിക്കുവാൻ ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഡാഷ്. സാഡ്ലർ കമ്മീഷൻ. ബോധനമാധ്യമം മാതൃഭാഷയായിരിക്കണം എന്ന് നിഷ്കർഷിച്ച കമ്മീഷൻ ഏത്? സക്കീർ ഹുസൈൻ കമ്മിറ്റി. 7 മുതൽ 14 വയസ്സ് വരെ എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണം എന്ന് പറഞ്ഞ കമ്മിറ്റി ഏത്? സക്കീർ ഹുസൈൻ കമ്മിറ്റി. 1937. ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചതാര്? KM മുൻഷി. എന്നാണ് KM മുൻഷി ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത്? 1938. മാതൃഭാഷയെ ബോധന മാധ്യമമാക്കി നിലവിൽ വന്ന കമ്മീഷൻ ഏത്? സാർജന്റ് കമ്മീഷൻ. സാർജന്റ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1944. ഹൈസ്കൂളുകളെ അക്കാദമിക്, ടെക്നിക്കൽ എന്നിങ്ങനെ 2ആയി തിരിച്ച കമ്മീഷനാണ് ഡാഷ്. സാർജന്റ് കമ്മീഷൻ. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം അത്യധികം സൗജന്യവും സാർവത്രികവുമാക്കുവാൻ ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഡാഷ്. സാർജന്റ് കമ്മീഷൻ. ഇംഗ്ലീഷിനെ 2ാം നിർബന്ധ ഭാഷയാക്കിയ
കമ്മീഷൻ ഏത്? സാർജന്റ് കമ്മീഷൻ 1944. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള ക്ലാസ്സുകളും തത്വശാസ്ത്രത്തിൻ്റെ തുടർന്നുള്ള ക്ലാസ്സുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.